കുത്തിയൊഴുകുന്ന ചാലിയാർ പുഴയുടെ എല്ലാ കൈവഴികളിലും ഇപ്പോൾ കണ്ണീരാണ്. പ്രിയപ്പെട്ടവർക്ക് തിരിച്ചറിയാൻ പോലും ആകാതെ നിരവധി മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളുമാണ് ചാലിയാറിൽ വന്നടിഞ്ഞത്. പ്രതീക്ഷ പറ്റിയ കണ്ണുകളുമായി ഇവരെ കാത്തിരിക്കാൻ വയനാട്ടിൽ ഇനി ആരെങ്കിലും ഉണ്ടോ എന്നും അറിയില്ല. വയനാട്ടിനെ പോലെ ഇന്ന് ഈ നാടും ചാലിയാറും വിങ്ങുകയാണ്. മുൻപുണ്ടായിട്ടില്ലാത്ത വിധം ചാലിയാറിൽ മലവെള്ളമിങ്ങനെ ഇരച്ചെത്തിയത്, മൃതദേഹങ്ങൾ കുന്നുകൂടിയത്, വേദനയോടെ കണ്ണീരോടെയല്ലാതെ എങ്ങനെയാണ് ഈ നാട്ടുകാർ വിവരിക്കേണ്ടത്? ഒരു നാട്ടിലും ഒരു മനുഷ്യനും ഈ അവസ്ഥ ഉണ്ടാവില്ലേ? പ്രാർത്ഥനകളിൽ വയനാടിനെ മാത്രമല്ല, ലോകത്തുള്ളവരെ മുഴുവൻ ഓർത്തെടുക്കുന്നുണ്ട് ചാലിയാർ പുഴക്കരയിലെ ഈ ഉമ്മ, ഒപ്പം നമ്മുടെ അർജുനെയും. ഇങ്ങനത്തെ ഒരു അവസ്ഥ ഇല്ലാതെക്കട്ടെ, ഒരു നാട്ടിലും ഇല്ലാതെക്കട്ടെ എന്നാണ് പറയുന്നത്. ഇപ്പൊ അർജുന്റെ കാര്യം ഇനി വലിയ കാര്യം വന്നത്, അർജുന്റെ കാര്യമൊക്കെ ഇത് വന്നപ്പോൾ അർജുന്റെ കാര്യമൊന്നും നിസ്സാരായി കിടക്കുകയാണ്. ഇപ്പോൾ അതിനിപ്പോൾ ഒരു തെളിവും കിട്ടണേയില്ല. ഓരോ തെളിവുകളും ഒന്നും ഇല്ലാതെ ഇപ്പോൾ എന്താ ചെയ്യാം? നമുക്ക് നമ്മളെല്ലാം എന്നോട് താഴെ ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ ആടൊക്കെ കിട്ടട്ടെ എലിയാണ് പോന്നതാണ്. നീലൊക്കെ തെരഞ്ഞീന് ഇവിടെ നിന്നൊന്നും കിട്ടിയിട്ടില്ല. നമ്മളെ ഈ ഭാഗത്തൊന്നും ഒന്നും കിട്ടിയിട്ടില്ല. കുറച്ച് മേലൊന്നും കിട്ടിയിരിക്കും, പിന്നെ അടിയിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിന്നൊന്നും കിട്ടിയിട്ടില്ല. നമുക്കത് തരുമ്പോ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇടങ്ങാറാണ്. എന്താ ചെയ്യാ? ആദ്യ ദിവസം മുതൽ ചാലിയാർ പുഴയിൽ ഓരോ കടവിലും മൃതദേഹങ്ങൾ കണ്ടെത്താനായി പോലീസിനും ഫയർഫോഴ്സിനും നേവിക്കും മറ്റ് സന്നദ്ധ സംഘടനകൾക്കുമൊപ്പം ഈ നാട്ടുകാരുണ്ട്. കയ്യിൽ കിട്ടുന്ന വടിയും വാക്കത്തിയുമായി ഇന്നും അവർ തിരയുകയാണ്. ഒരു പരിചയവുമില്ലാത്ത, ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത വയനാട്ടിലെ മനുഷ്യർക്ക് വേണ്ടി രാപ്പകലില്ലാതെ നിസ്വാർത്ഥമായി. രാവിലെ നമുക്ക് എണീറ്റ് കഴിഞ്ഞാല് വീട്ടിലൊന്നും ഇരിക്കാൻ കഴിയില്ല. വെറുതെ ഇങ്ങനെ ഇവിടെയൊക്കെ എത്രയോ തവണ തെരഞ്ഞാണ്, എന്നാലും വീണ്ടും വീണ്ടും തെരഞ്ഞുകൊണ്ടേ നിൽക്കുകയാണ്. കാരണം ഇത് അവസാനിക്കുന്നത് വരെ എവിടെയെങ്കിലും ഉണ്ടോ ഇല്ല. ഇപ്പൊ എന്താ വെച്ചാൽ ജീർണിച്ച ബോഡികളൊക്കെയാണ് കിട്ടുന്നത്. അപ്പൊ അത് മണലിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ മണല് ചെറിയ പൊട്ടി നിൽക്കുമ്പോൾ അതിലുണ്ടാവുന്നില്ല പ്രതീക്ഷയിലാണ് ഇപ്പൊ കത്തിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ സ്ഥലം തെരഞ്ഞു നോക്കുന്നത്. പിന്നെ അതിന്റെ ഒരു ഇതിൽ തന്നെയാണ് മൊത്തം ആളുകളും, നമ്മളെ ഈ പഞ്ചായത്തിലെ മൊത്തം ആളുകളും ഇതിന്റെ ഒരു ദൗത്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. വളരെ ദയനീയമായ അവസ്ഥയിലാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത്. ജാഗ്രതാ നിർദ്ദേശമുള്ളതിനാൽ പുഴക്കക്കരെ ക്യാമ്പുകളിലേക്ക് മാറി താമസിക്കാൻ നിർബന്ധിതരായ മുണ്ടേരി വനമേഖലയിലെ ആദിവാസികളും വയനാട്ടിലെ ജനങ്ങളെ മറന്നിട്ടില്ല. പാലം തകർന്നതോടെ ജങ്കാറുകൾ കെട്ടി തിരച്ചിൽ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇന്ന് ഇവരുമുണ്ട്. എന്തൊക്കെ തിരിച്ചടികളുണ്ടായാലും ചാലിയാർ പുഴയിലെ മുക്കിലും മൂലയിലും ഇനിയും തിരച്ചിൽ തുടരും. മണ്ണിനടിയിലും മരങ്ങൾക്കിടയിലും ജീർണിച്ചും കൈക്കാലുകൾ മാത്രമായുമൊക്കെ കണ്ടെത്തുന്ന മൃതദേഹങ്ങൾക്ക് മുന്നിൽ മറ്റൊന്നും ഇവർ ആലോചിക്കുന്നില്ല. നമ്മുടെ നാട് ഇങ്ങനെയാണ്. ഒരാപത്ത് വരുമ്പോൾ ചേർന്ന് നിൽക്കും. അവിടെ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല.
നാട്ടുകാരും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളൊക്കെ ധാരാളമുണ്ട്. അത് കേരളത്തിന്റെ ഒരു പ്രത്യേകതയാണല്ലോ. എന്തെങ്കിലും ഒരു ദുരന്തമുണ്ടെങ്കിൽ പാഞ്ഞെത്തുക, എല്ലാം മറന്നുകൊണ്ട് നമ്മുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളത് കേരളത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അത് നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേകതയാണ്. അത് അനുസരിച്ച് നടന്നിട്ടിരിക്കുന്നുണ്ട്. അതാണ് അത്രത്തോളം തെരച്ചിൽ ചാലിയാറിൽ ഇന്നലെ സജീവമായിരുന്നു. ഇനിയുള്ള ദിവസങ്ങളിലും മണിക്കൂറുകളിലും അതുതന്നെ തുടരുമെന്നാണ് അവരുടെ നാട്ടുകാരുടെ വാക്കുകളിൽ നിന്നും ആയിഷത്തുൽ ഷംനയുടെ റിപ്പോർട്ടിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ഇന്നത്തെ തെരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഷബീർ